ഹലോ, എന്തൊക്കെയുണ്ട് വിശേഷം? നിങ്ങൾക്കറിയാലോ, എനിക്ക് 2 കുഞ്ഞുമക്കളാണുള്ളത്. അപ്പോൾ ഇവരെ വെച്ചുകൊണ്ട് വീട്ടിലെ കാര്യങ്ങളും എൻ്റെ കാര്യങ്ങളും പിള്ളേരുടെ കാര്യങ്ങളൊക്കെ ഒന്നിച്ച് കൊണ്ടുപോകാന്ന് പറഞ്ഞാൽ ഇത്തിരി ബുദ്ധിമുട്ടുള്ള കാര്യമല്ലേ? അപ്പോൾ ഈ വീഡിയോയിൽ എനിക്ക് ഓരോ ദിവസം പ്രൊഡക്റ്റീവായിട്ടിരിക്കാൻ വേണ്ടിയിട്ട് കുറച്ച് കാര്യങ്ങൾ എന്നെ ഹെൽപ്പ് ചെയ്തിട്ടുണ്ടായിരുന്നു. അപ്പോൾ ആ കാര്യങ്ങളാട്ടോ ഞാൻ ഇന്ന് ഈ വീഡിയോയിൽ ഷെയർ ചെയ്യാൻ പോകുന്നത്. അപ്പോൾ ഏതായാലും വീഡിയോയിലേക്ക് പോവാം. ഞാൻ എല്ലാ ദിവസവും രാത്രി കിടക്കുന്നതിന് മുന്നേ ഇങ്ങനെ ഒരു നോട്ട്ബുക്കിൽ പിറ്റേന്നത്തിന് വേണ്ടിയിട്ടുള്ള കാര്യങ്ങൾ നോട്ട് ചെയ്ത് വയ്ക്കും. ചെറിയ ചെറിയ കാര്യങ്ങളായിരിക്കും. എന്തെങ്കിലും ചെറുതായിട്ടുള്ള എന്തെങ്കിലും ആർക്കെങ്കിലും ഇമ്പോർട്ടൻറ്റ് മെസ്സേജ് അയക്കാനോ അല്ലെങ്കിൽ ഒന്ന് തുണി വാഷ് ചെയ്യാനോ അങ്ങനെ എന്തെങ്കിലുമൊക്കെ ആയിട്ട് കുറച്ച് കാര്യങ്ങളുണ്ടാവുമല്ലോ. അത് മറന്നു പോകാതിരിക്കാൻ വേണ്ടിയിട്ടാണ് ഞാൻ മെയിനായിട്ട് ചെയ്ത് വയ്ക്കുക. അല്ലെങ്കിൽ എങ്ങനെയെങ്കിലും ആക്കി തിരക്കിൻ്റെ ഇടയിലൊക്കെ ആയിട്ട് അതങ്ങ് മറന്നു പോകും. പിന്നെ ഇങ്ങനെ എഴുതുമ്പോൾ തന്നെ നമുക്ക് ഏകദേശം ഒരു ധാരണ കിട്ടും, നമുക്കിത് എപ്പോൾ ചെയ്യാൻ പറ്റും, എങ്ങനെ ചെയ്യാൻ പറ്റും, അങ്ങനത്തെയൊക്കെ ആ ഒരു ഐഡിയയും ഇതിന് കൂടെ നമുക്ക് കിട്ടും. നമുക്കൊരു ഐഡിയ ഉണ്ടായിരിക്കുമല്ലോ നമ്മുടെ അത്യാവശ്യ കാര്യങ്ങൾ ചെയ്യാൻ വേണ്ടിയിട്ട് എത്ര സമയം നമുക്ക് വേണ്ടി വരുമെന്ന്. എനിക്ക് അത്യാവശ്യം എല്ലാ കാര്യങ്ങളും ചെയ്യാൻ വേണ്ടിയിട്ട് ഒരു മണിക്കൂർ വേണം. നമുക്കൊരു അത്യാവശ്യം നല്ല പീസായിട്ടൊരു സമയം കിട്ടണമല്ലോ എല്ലാം ഓടിപ്പിടിച്ച് ചെയ്യാതിരിക്കാൻ വേണ്ടിയിട്ട്. അതുകൊണ്ട് ഞാൻ പിള്ളേർ എഴുന്നേൽക്കുന്നതിന് 1 മണിക്കൂർ മുന്നേ എഴുന്നേൽക്കും. ഞാൻ എൻ്റെ വീട്ടിലായതുകൊണ്ട് തന്നെ ഇവിടെ പപ്പയും അമ്മയും ഉണ്ട്. അപ്പോൾ എന്തെങ്കിലും എനിക്ക് കാര്യമായിട്ട് ചെയ്യാനുണ്ടെങ്കിൽ ആരുടെ കയ്യിലെങ്കിലും അവരെ കൊച്ചിനെ ഏൽപ്പിക്കും. ലൂക്കാസും പിന്നെ കുഴപ്പമില്ലല്ലോ. അപ്പം അങ്ങനെ ഏൽപ്പിച്ച് കഴിയുമ്പോഴത്തേക്കും എനിക്ക് അത്യാവശ്യം എന്തെങ്കിലും ഇമ്മീഡിയറ്റായിട്ട് എന്തെങ്കിലും ചെയ്യാനൊക്കെ ഉണ്ടാവുമല്ലോ. അപ്പോൾ അതൊക്കെ ഞാൻ വേഗം കംപ്ലീറ്റ് ചെയ്യും. ഞാനിങ്ങനെ ചെറിയ ചെറിയ ഓരോ കാര്യങ്ങൾക്ക് ലൂക്കാച്ചനെ ഹെൽപ്പ് ചോദിക്കും. അവന് ഭയങ്കര അത് ഇഷ്ടമാണ്. അപ്പോൾ അവൻ്റെ കൂടെ വർത്താനമൊക്കെ പറഞ്ഞ് അവനെയും നമ്മുടെ പണികളിൽ ഇൻക്ലൂഡ് ചെയ്യിക്കുകയാണെങ്കിൽ അത് അവർക്കൊരു ഹാപ്പിയാണ്. അതുപോലെ നമ്മുടെ പരിപാടികൾ വേഗം തീരുകയും ചെയ്യും, ഒരു ബുദ്ധിമുട്ടുണ്ടാവില്ല. ഈ ഒരു ടൈം ശരിക്കും ഗോൾഡൻ ടൈമാണ്. പിള്ളേർ ഇറങ്ങി കഴിയുമ്പോഴത്തേക്കും നമുക്ക് സ്വസ്ഥമായിട്ട് എന്തെങ്കിലുമൊക്കെ കാര്യങ്ങൾ ചെയ്യാനുണ്ടാവുമല്ലോ. ഞാൻ മെയിനായിട്ടും സെൽഫ് കെയർ ആണ് ചെയ്യുന്നത്. അല്ലെങ്കിൽ വീഡിയോ എഡിറ്റ് ചെയ്യാനോ വോയിസ് ഓവർ ചെയ്യാനൊക്കെ ഉണ്ടാവും, ആ കാര്യങ്ങൾ ചെയ്യും. അപ്പോൾ എന്നെ ഭയങ്കരമായിട്ട് ഹെൽപ്പ് ചെയ്യുന്ന കുറച്ച് കുഞ്ഞു ടിപ്സാട്ടോ ഞാൻ നിങ്ങളുമായിട്ട് ഷെയർ ചെയ്തത്. അപ്പോൾ നിങ്ങൾക്ക് എൻ്റെ കുഞ്ഞു ടിപ്സൊക്കെ ഹെൽപ്പ് ആവട്ടെ. എൻ്റെ കുഞ്ഞു വീഡിയോ ഇവിടെ തീരുവാണേ. അപ്പോൾ അടുത്ത വീഡിയോയിൽ കാണാം.